നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അടുത്ത ബെല്ലോടുകൂടി ഈ നാടകം അവസാനിക്കും. ആകാംക്ഷയുടെ മുൾമുനയിലാണ് 3 ക്യാമ്പുകളും. BD സതീശൻ തിരുവനന്തപുരത്തെത്തി. രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് തന്നെ തുടരുന്നു. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായുള്ള സംഭാഷണത്തിൽ. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഇന്ന് ഉച്ചയ്ക്കാണ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി വൈകി മല്ലികാർജുൻ ഖാർഗെ ഒരു സീല് വെച്ച കവർ ദീപദാസ് മുൻഷിയെ ഏൽപ്പിക്കുമെന്നായിരുന്നു ഇന്നലെ പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ രാത്രി വൈകിയും ആ പാഴ്സൽ ദീപദാസ് മുൻഷിയുടെ പക്കൽ ഏൽപ്പിച്ചില്ല. പകരം ഇന്ന് രാവിലെ KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി ഒരു സംഭാഷണത്തിന് വിളിച്ചു. ഇന്നലെ രാത്രി വൈകി വരെ KC വേണുഗോപാലിന് അനുകൂലമായിരുന്ന കളം. എന്നാൽ അതിശക്തമായ സമ്മർദ്ദം BD സതീശൻ ക്യാമ്പ് ഹൈക്കമാൻഡിന് മേൽ ചെലുത്തി. മുസ്ലിം ലീഗ് നേതൃത്വം ഇന്നലെ വൈകിട്ട് ഹൈക്കമാൻഡിനെ വിളിച്ചു. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിന് തങ്ങൾ തയ്യാറല്ല. തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്നല്ലാതെ മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയാക്കിയാൽ തങ്ങൾ ക്യാബിനറ്റിലേക്കില്ല എന്ന സമ്മർദ്ദമാണ് ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗ് ചെലുത്തിയത്. മറുവശത്ത് BD സതീശൻ്റെ ആലുവ ദേശം വീട്ടിലേക്ക് ഒഴുകിയെത്തിയ ആളുകളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ. ഇതും വലിയ സമ്മർദ്ദമായി ഹൈക്കമാൻഡിന്. കേരളം വല്ലാത്തൊരു ചേരിതിരിയുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മെ ആശങ്കയിലാഴ്ത്തിയത്. KC വേണുഗോപാലിന് തന്നെയാണ് ഇപ്പോഴും നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം. പാർട്ടിയുടെ ഉന്നത നേതാക്കളിൽ ഭൂരിപക്ഷവും KCയെ പിന്തുണയ്ക്കുന്നു. പാർട്ടിയുടെ പിന്തുണ തനിക്കാണ്, അതുകൊണ്ട് തന്നെ മറ്റൊരു ചോദ്യം ഇവിടെ ഉദിക്കുന്നില്ല എന്ന നിലപാടായിരുന്നു KC വേണുഗോപാലിന്. ഡൽഹിയിലെ കളം പൂർണ്ണമായും KCക്ക് അനുകൂലം. എന്നാൽ കേരളത്തിൽ നിന്ന് ഉയരുന്ന സമ്മർദ്ദം രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുത്തി. ഗാന്ധി കുടുംബത്തിന് ഇനി കേരളത്തിൽ ലാൻഡ് ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമെത്തും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. തുടർന്നായിരുന്നു ഇന്നലെ 4 മണിക്കും 5 മണിക്കുമിടയിൽ കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ 4 ഫോൺ കോളുകൾ. ഏറ്റവും നിർണായകമായത് AK ആൻ്റണിയുമായുള്ള സംഭാഷണം. സമവായമാണ് ഇപ്പോൾ അനുവർത്തിക്കാവുന്ന ഏറ്റവും നല്ല മാതൃക. അപകടം പിടിച്ച വഴികളിലൂടെ സഞ്ചരിക്കരുത്, ജനവിധിയെ വെല്ലുവിളിക്കരുത്. ഇതോടെ രാഹുൽ ഗാന്ധി ഒന്ന് ഭയന്നു. പിന്നീട് സോണിയാഗാന്ധിയുമായി രാഹുൽ ഗാന്ധി സംഭാഷണം തുടർന്നു. ഒടുവിൽ ഖാർഗെയുടെ അടുക്കൽ. രാത്രി വൈകി ഇന്നൊരു ചാർട്ടേഡ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഉറങ്ങാനായി പോയത്. ദീപദാസ് മുൻഷി, നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ കേരളത്തിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുമെന്ന അറിയിപ്പും വന്നു. ഇവർക്കൊപ്പം KC വേണുഗോപാൽ കൂടി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇടം പിടിക്കുമെന്ന വാർത്തകൾ KCയെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചുവോ എന്ന സന്ദേഹം പരത്തി. നിയമസഭാ കക്ഷി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരെത്തി ആരെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാലും അവരെ അംഗീകരിക്കുമെന്ന ഉറപ്പ് ആദ്യം വാങ്ങും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക. പാർട്ടിയിലൊരു പൊട്ടിത്തെറി രാഹുൽ ഗാന്ധി വല്ലാതെ ഭയക്കുന്നു. മറുവശത്ത് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി BD സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വലിയ വിനയായിത്തീരും എന്ന മുന്നറിയിപ്പും വിദഗ്ധർ നൽകി. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ചേർന്നെടുത്ത തീരുമാനം ഫലപ്രദമായി നടപ്പാക്കുകയായിരുന്നു പിന്നീടുള്ള അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി KCയെ രാവിലെ തന്നെ രാഹുൽ വിളിപ്പിച്ചു വരുത്തി. മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള കളി അവസാനിപ്പിക്കുന്നതിന് മുൻപ് മൂവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ഒരു കാര്യം വ്യക്തമാണ്, KCയെ കേരളത്തിൽ അവതരിപ്പിച്ചാൽ അത് വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകും. BD സതീശനെതിരെ പാർട്ടിയിലെ തന്നെ വലിയ ലോബി. നിയമസഭാ കക്ഷിയിലെ മഹാഭൂരിപക്ഷവും സതീശനെതിരെ. അപ്പോൾ സമവായമെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയിലേക്ക് കാര്യങ്ങളെത്തി. നിയമസഭാ കക്ഷിയിൽ ഒരുവിധം അംഗങ്ങളുള്ള A ഗ്രൂപ്പും ഒരു നിർണായക തീരുമാനമെടുത്തു. സമവായ ഫോർമുലയാവും ഇപ്പോൾ നല്ലത്. KC വേണുഗോപാലിന് കുറച്ചുകൂടി കാത്തിരിക്കാം. രമേശ് ചെന്നിത്തലയെ ഇപ്പോൾ മുഖ്യമന്ത്രിയാക്കിയാൽ വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്ന് പാർട്ടിക്ക് രക്ഷപ്പെടാം. ഈ ഉപദേശം A ഗ്രൂപ്പ് രാഹുൽ ഗാന്ധിയെ അറിയിക്കുന്നു. ഇന്നലെ രാഹുൽ ഗാന്ധിയും ഖാർഗെയും തമ്മിലുള്ള സംഭാഷണങ്ങൾക്കിടയിലേക്ക് KC വേണുഗോപാൽ കൂടി എത്തും എന്ന പ്രതീക്ഷ പൊതുവെ കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ KC അവർ വിളിപ്പിച്ചില്ല. ഖാർഗെയും രാഹുലും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുമ്പോൾ KC വേണുഗോപാലിനോ രമേശ് ചെന്നിത്തലയ്ക്കോ BD സതീശനോ ഒരു ഫോൺ കോൾ പോലും എത്തിയില്ല. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഹൈക്കമാൻഡ് ചിലതൊക്കെ ഉറപ്പിച്ചിരുന്നു. ഖാർഗെയെ കാണാൻ പുറപ്പെടുന്നതിന് മുൻപാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെ 4 നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ടത്. AK ആൻ്റണി ഫോൺ വിളിക്കുമ്പോൾ AK ആൻ്റണിയുടെ വീട്ടിൽ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ. അവരെ ഒരു നിമിഷം മുറിക്ക് പുറത്താക്കി. തനിക്ക് സ്വകാര്യത വേണമെന്ന് AK ആൻ്റണി അവരോട് ആവശ്യപ്പെട്ടു.
അതിനുശേഷം രാഹുലുമായി വിശദമായി സംസാരിച്ചു. എ.കെ. ആന്റണിയുമായി സംസാരിച്ചതിന് ശേഷം രാഹുൽ അടൂർ പ്രകാശിനെ വിളിച്ചു. എന്നാൽ അടൂർ പ്രകാശിനോട് ആരാണ് മുഖ്യമന്ത്രിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം രാഹുൽ ചോദിച്ചില്ല. ഒരാളുടെ പേരും പരാമർശിച്ചില്ല. പ്രതിഷേധങ്ങളെക്കുറിച്ചും ചോദിച്ചില്ല. എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് അടൂർ പ്രകാശ് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. പിന്നീടുള്ള ഫോൺ കോൾ തേടിയെത്തിയത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ. സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ മുല്ലപ്പള്ളി രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. കൊടിക്കുന്നിൽ സുരേഷുമായും രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചു. ഈ സംഭാഷണങ്ങൾക്ക് ശേഷം രാത്രി വൈകിയും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അവ്യക്തത തുടർന്നു. ഒടുവിൽ ഇന്ന് രാവിലെ കെ.സിയെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചപ്പോൾ കൂടുതൽ അഭ്യൂഹങ്ങൾക്കത് കാരണമായി. എന്നാൽ അതിനിടയിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിൽ നിന്നുള്ള കോൺഗ്രസ് ചാർട്ടേഡ് വിമാനം തിരുവനന്തപുരത്തെത്തുമെന്ന വാർത്ത. വിമാനത്തിൽ കെ.സി. വേണുഗോപാലും ഉണ്ടാകും. തുടർന്ന് 2 സാധ്യതകളാണ് ആളുകൾ കണ്ടത്. ഒന്നുകിൽ കെ.സിയെ മുഖ്യമന്ത്രിയാക്കും, അല്ലെങ്കിൽ കെ.സി. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. ഇന്നലെ വൈകിട്ട് 2 തലങ്ങളിൽ നിന്നുള്ള അതിശക്തമായ സമ്മർദ്ദം രാഹുൽ ഗാന്ധിക്ക് മേലുണ്ടായി. ഒന്ന് മുസ്ലിം ലീഗിൽ നിന്നുള്ള അതിശക്ത സമ്മർദ്ദം, മറ്റൊന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് പി.ജെ. ജോസഫ് രാഹുൽ ഗാന്ധിയെ വിളിച്ചു. എം.എൽ.എമാരിൽ നിന്നൊരാളാകണം മുഖ്യമന്ത്രി എന്ന് പി.ജെ. ജോസഫ് ശഠിച്ചു. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുല മാത്രമേ നടപ്പിലാകൂ എന്ന് വ്യക്തമായി രാഹുൽ ഗാന്ധിക്ക്. ഇതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലെത്താനുള്ള കാരണം. നേതൃത്വത്തിൽ ഭിന്നതകളുണ്ട് എന്ന് ഒരു തരത്തിലും വാർത്തകൾ പരക്കരുത് എന്ന് മുസ്ലിം ലീഗ് ഇന്നലെ രാഹുൽ ഗാന്ധിയെ ഓർമ്മപ്പെടുത്തി. മുസ്ലിം ലീഗ് തുടർച്ചയായി പ്രിയങ്ക ഗാന്ധിയുമായി സംഭാഷണം തുടർന്നിരുന്നു. കേരളത്തിലെ പ്രത്യേക സാഹചര്യം അവർ കൃത്യതയോടെ പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. വി.ഡി. സതീശിനു വേണ്ടി അതിശക്തമായ സമ്മർദ്ദം മുസ്ലിം ലീഗ് ചെലുത്തുന്നു. മുസ്ലിം ലീഗിന്റെ അമിത സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ അതൊരു തെറ്റായ സന്ദേശം കേരളത്തിന് നൽകും എന്ന് എ.കെ. ആന്റണിയുടെ ഉപദേശം. ആന്റണിയുടെ മനസ്സ് കൃത്യമായി വായിച്ചെടുക്കാൻ കേരളത്തിലെ ഒരു നേതാക്കൾക്കും കഴിഞ്ഞില്ല. രാഹുൽ ഗാന്ധിയോട് എ.കെ. ആന്റണി എന്തൊക്കെയാണ് ഉപദേശം നൽകിയത് എന്നതിനെക്കുറിച്ചും ഇപ്പോഴും അവ്യക്തത തുടരുന്നു. എങ്കിലും രാഹുൽ ഗാന്ധിക്ക് കരുത്തു പകർന്നത് എ.കെ. ആന്റണിയുടെ വാക്കുകളാണ് എന്ന് വ്യക്തം. മുഖ്യമന്ത്രിയായി ആരെ പ്രഖ്യാപിച്ചാലും അത് തിരുവനന്തപുരത്ത് വെച്ച് നിയമസഭ കക്ഷി യോഗത്തിലായിരിക്കണമെന്ന് എ.കെ. ആന്റണി ശഠിച്ചു. അല്ലെങ്കിൽ അത് കേരളത്തിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകും. പാർട്ടി അനുയായികൾ തെരുവിൽ പരസ്പരം പോരടിക്കും. ഒരു യുദ്ധകാഹളം മുഴങ്ങിയാൽ നിയന്ത്രിക്കുക എളുപ്പമായിരിക്കില്ല എന്നും ആന്റണി രാഹുൽ ഗാന്ധിയെ ഓർമ്മപ്പെടുത്തി. ഇന്ന് രാവിലെ 7:15 വി.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. മകൾ ഉണ്ണിമായയും സഹോദരന്റെ മകളും അദ്ദേഹത്തിന്റെ കാറിൽ. തിരുവനന്തപുരം വഴുതക്കാട് വീട്ടിൽ തുടരുകയാണ് രമേശ് ചെന്നിത്തല. അവസാന നിമിഷവും സമവായ സ്ഥാനാർത്ഥിയായി ചെന്നിത്തലയുടെ പേര് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കും എന്നുറപ്പായിരുന്നു ചെന്നിത്തല ക്യാമ്പിന്. മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചില്ല എങ്കിൽ വലിയ ചോദ്യക്കടമ്പ കടക്കേണ്ടി വരും കോൺഗ്രസിന്. ഡൽഹിയിലെ മുതിർന്ന നേതാക്കൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ യാതൊരുവിധ സ്വാധീനവും ചെലുത്തരുത് എന്ന് രാഹുൽ ഗാന്ധി ശഠിച്ചിരുന്നു. മറ്റു സമ്മർദ്ദങ്ങൾക്കും സ്വാധീനങ്ങൾക്കും വഴങ്ങരുത് എന്ന ഉറച്ച നിലപാടിലായിരുന്നു ചർച്ചകൾ രാഹുൽ ഗാന്ധി തുടർന്നിരുന്നത് എന്ന് വ്യക്തം. തുടക്കം മുതൽ രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ കെ.സിയുടെ പേര് തന്നെ. അവസാന നിമിഷം വരെ അത് കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാഹുൽ തുടർന്നു. കേരളത്തിലെ എം.എൽ.എമാരിൽ ഭൂരിപക്ഷവും പാർട്ടി നേതാക്കളിൽ ഭൂരിപക്ഷവും കെ.സിയെ പിന്തുണയ്ക്കുന്നു എന്നുറപ്പിച്ചിരുന്ന രാഹുൽ മറ്റൊന്നും ചിന്തിച്ചിരുന്നുമില്ല. എന്നാൽ കേരളത്തിൽ നിന്നുയർന്ന സമ്മർദ്ദങ്ങൾ, ജനവിധി അട്ടിമറിക്കപ്പെടുന്ന തീരുമാനം കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കരുത് എന്ന ഭൂരിപക്ഷ വികാരം, ഇതോടെ രാഹുൽ ഗാന്ധിയുടെ മനസ്സ് ചാഞ്ചാടി. അങ്ങനെ സമവായത്തിലേക്ക് രാഹുലുമെത്തി. ഇനി കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഫലപ്രഖ്യാപനം, അതിനി മണിക്കൂറുകൾ മാത്രം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.